80 രൂപയുടെ ഊണില് മീൻകറിയും മത്തി ഫ്രൈയും ഒരുപാട് കറികളും കിട്ടുന്ന ഒരു കടയാണ്. വേറെ സ്പെഷ്യൽ എന്തെങ്കിലും ചിക്കനും ചിക്കനൊക്കെ വൈകിട്ടാ കൂടുതൽ മാത്രമേ ഈ ഐറ്റം ഉള്ളതുകൊണ്ട് ചിലവ് അക്കാലത്ത് ഒഴിക്കാൻ എന്താ ഉള്ളത്? ഒഴിക്കാൻ പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, മോരുണ്ട്, സാമ്പാർ ഒഴിച്ചു. സാമ്പാറും പുളിശ്ശേരി ഒഴിച്ചു. കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒഴിച്ചു. എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഉൾപ്രദേശത്ത് വളരെ ചെറിയൊരു ഹോട്ടലിലെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ കയറിയതാണ്. വളരെയധികം സംതൃപ്തി നൽകിയൊരു ഹോട്ടലായതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. ഉച്ചയ്ക്കൊരു 12:30 ആയപ്പം ഈ ഹോട്ടലിന് മുമ്പിൽ തിരക്ക് കണ്ടിട്ടാണ് ഞങ്ങളും അങ്ങോട്ടേക്ക് ചെന്നത്. ആ സമയത്ത് ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടൽ തുറക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പം അവിടുത്തെ ഫുഡ് എന്താണെന്ന് ഒന്ന് രുചിച്ചു നോക്കാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. സാധാരണക്കാർക്ക് 80 രൂപയ്ക്ക് സുഭിക്ഷമായിട്ട് ഒരുപാട് കറികളും കൂട്ടി ഊണ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഒപ്പം തന്നെ ഇവരുടേതായ രീതിയിലുള്ള ബിരിയാണി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് MC റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് പാഞ്ചജന്യം ബിരിയാണിത്തട്ട് എന്ന് പറഞ്ഞ ഈ കടയുള്ളത്. ഊണിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും സീറ്റെല്ലാം ഫുള്ളായി കേട്ടോ. ആളുകൾ ഇടിച്ചു കയറി ഇരിക്കാൻ തുടങ്ങി. ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കാൻ തോന്നും. അതെ ചേട്ടാ, ഇത് തണുത്തുണ്ടോ? ഓർണം. കടയുടെ ഉടമസ്ഥൻ ഒരു പ്രത്യേക രീതിയിൽ ബിരിയാണി വിളമ്പിയെടുക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, വാഴയിലൊക്കെ നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. ഈ ബിരിയാണിയുടെ പ്രത്യേകത നീളനരി കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഓ ധാരാളം. വലിയ അരിയല്ലേ? വലിയ അരിയ. കൈമാ റൈസ് അല്ല. കൈമാ റൈസ് അല്ല. ഈ അരിയിൽ അങ്ങനെ ഇഷ്ടമില്ല. ചെറിയ അരി ഇഷ്ടമില്ല. കൊള്ളാം. നീളരി വേണം അല്ലേ? കടുമാങ്ങാച്ചാറാ, വമ്പയർ തോരൻ, അച്ചിങ്ങാത്തോരൻ നിരക്ക് വെട്ടിയത്, അവിയൽ പോലത്തെ തന്നെ ഒരു സംഭവം. ചെറിയ പോർഷൻ മീൻകറിയുണ്ട്. 80 രൂപയുടെ ഊണില് 2 മീൻ വറുത്തും 1 മീൻ കറി. 2 മീൻ കറി. ഓ, ഇന്ന് ചെറുതായിട്ടാണോ? സാധാരണ വലിയ മീനാ? ഓ, സാധാരണ ദിവസങ്ങളിൽ വലിയ മീനാണ് ചേട്ടൻ പറയുന്നത്. ഇന്ന് മീൻ വലിയ മീൻ കിട്ടാത്തതുകൊണ്ടാണ് ചെറിയ മീനെന്ന് പറയുന്നത്. സാമ്പാറും കൊള്ളാം, എല്ലാം കൊള്ളാം. എല്ലാത്തിനും 80 രൂപയുള്ളൂ. ഇത്രേ ഉള്ളൂ. 2 മീൻ വറുത്ത് ചെറുതാണേലും 1 മീൻ കറി. ഇത് ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്നാല് നമുക്ക് നാടൻ നല്ല ഊണ് കിട്ടും. എന്നാൽ വലിയ വിലയാകത്തില്ല. അതിനുള്ളിലാണ് കുറച്ച് ബുദ്ധിമുട്ട്. ബിരിയാണി ഇങ്ങനെയുണ്ട്. ബിരിയാണി നല്ല അരിയ, നീളമുള്ള അരിയായതുകൊണ്ട്. ബിരിയാണിക്ക് എത്രയാ? ചോറിന് 80 രൂപ അല്ലേ? ചേട്ടൻ ഇത് കൊടുക്കുന്ന ഒന്ന് വിളിച്ചു. തുടങ്ങിയിട്ട് കുറെ ആയോ? തുടങ്ങിയിട്ട് കുറെ ദിവസമായോ? പഴയ ആൾക്കാരാണ്. ഏത് ഈ ഓർമ്മയോ? പോയ നിങ്ങളുടെ സാധന ഇപ്പൊ അല്ല അല്ലേ? കൊള്ളാം കേട്ടോ. ചോറ് കൊള്ളാം, ചോറ് കൊള്ളാം. അതിന്റെ പോയാലോ? ചോറ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു.
ബിരിയാണി അടിപൊളി, കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്നു. അതെ അതെ, പോർഷൻ കുറച്ച് കൂടുതലാ അല്ലേ? അതെ അതെ, നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഴുവനും ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പം അവർക്ക് ചെറിയൊരു സംശയം. ഈ റെസ്റ്റോറന്റിനെ പറ്റി കൂടുതൽ ആളുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കഴിഞ്ഞ് വീണ്ടും തിരക്ക് കൂടിക്കഴിഞ്ഞാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമെന്നുള്ളതായിരിക്കണം അവരുടെ പേടി. അപ്പൊ ഈ രുചിയിടം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. മറ്റൊരു രുചിയിടത്ത് വെച്ച് വീണ്ടും കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ അല്ലേ? ഒപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും. മറ്റൊരു രുചിയിടത്ത് വെച്ച് വീണ്ടും കാണാം. നന്ദി.